പോലെ പരിശുദ്ധമായ റബീഉൽ അവ്വൽ നമ്മിലേക്ക് സമാഗതമാവുകയും ഈ വർഷത്തെ റബീഉൽ അവ്വലിനെ മഹാനായ ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500ാമത് ജന്മദിനം എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഉണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനമായി നമുക്കുള്ളത്. ഓരോ റബീഉൽ അവ്വൽ കടന്നു വരുമ്പോഴും ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ പറയുന്നു, പാടുന്നു. അവിടുത്തെ സംബന്ധിച്ചുള്ള ചർച്ചകൾ മറ്റു മാസങ്ങളിൽ അല്ലെങ്കിൽ മറ്റു ദിവസങ്ങളിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം പാരമ്പര്യമായി നമ്മുടെയൊക്കെ നാടുകളിൽ ഇന്നും നിലനിർന്നുകൊണ്ടിരിക്കുക. റബീഉൽ അവ്വൽ 1 മുതൽക്ക് തന്നെ നമ്മുടെ പള്ളിയിലും മദ്രസയിലും നമ്മുടെ വീടുകളിലൊക്കെ മൗലിദ് ഓതും. 12-ന് വിപുലമായി മഹാനായ മുത്തുനബിയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് വിപുലമായ പരിപാടികൾ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ആഴ്ച പരിപാടി നടത്തി. അതേപോലെ തന്നെ ഈ ആഴ്ച കുട്ടികളുടെ അതുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ പരിപാടികളൊക്കെ നടത്തപ്പെടുന്നു. ഇങ്ങനെ വിവിധ രൂപങ്ങളിൽ നമ്മുടെ നാട്ടിൽ മാത്രമല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിപുലമായ പരിപാടികൾ നടത്തപ്പെടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ഭാഗമായി നമ്മൾ നടത്തുന്ന ഈ പരിപാടി നമ്മിൽ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കുഞ്ഞുമക്കൾ ഇന്നും നാളെയുമായി അവർ ദിവസങ്ങളോളം കഷ്ടപ്പെട്ട് പഠിച്ചുണ്ടാക്കിയ മുത്തുനബിയുടെ മദ്ഹുകൾ, അവിടുത്തെ അപദാനങ്ങൾ, അവിടുത്തെ ചരിത്രങ്ങൾ, അവിടുത്തുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അതൊക്കെ അവതരിപ്പിക്കുമ്പോൾ അത് കേൾക്കുവാനും കൗതുകത്തോടുകൂടെ നമ്മുടെ മക്കൾ പറയുന്നത് കേൾക്കാനും ആസ്വദിക്കാനും അതിനേക്കാൾ അപ്പുറം ആ മുത്തുനബിയോടുള്ള മഹബത്ത് കരസ്ഥമാക്കാനും ആണ് നമ്മൾ ഈ പരിപാടികൾ സംഘടിപ്പിച്ചത്. അൽഹംദുലില്ലാഹ്, ഇതിനുവേണ്ടി ഓടി നടക്കുകയും ഇതിനുവേണ്ടി പ്രവർത്തിക്കുകയും ഇതിനുവേണ്ടി സഹായിക്കുകയും സഹകരിക്കുകയൊക്കെ ചെയ്തതിന്റെ ഫലമായി കൊണ്ടാണ് ഓരോ വർഷവും ഇത്തരം പരിപാടികൾ നമുക്ക് സംഘടിപ്പിക്കാൻ സാധിക്കുന്നത്. ഇതുകൊണ്ടൊക്കെ നമ്മൾ ലക്ഷ്യമാക്കുന്നത്